ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് GT. ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിംഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പോക്കോ M6 5G. ഗൈസ്, പേര് പോലെ തന്നെ ഒരു 5G ഡിവൈസ് ആണ് പോക്കോ M6 5G. അപ്പൊ നിങ്ങൾ വിചാരിക്കും 5G അതിനെന്താ പ്രത്യേകത? അതായത് 10,000 രൂപ താഴെ വരുന്ന വളരെ ചുരുക്കം കുറച്ച് ഫോണുകളിൽ ഒരു 5G ഡിവൈസ് ആണിത്. അതായത് ഏറ്റവും ടൈറ്റ് ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു 5G ഡിവൈസ്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, പോക്കോയുടെ ഏതൊരു ഫോൺ വരുന്ന പോലെ തന്നെ ഒരു യെല്ലോ കളറിലെ ബോക്സിലാണ് ഈ ഫോണും വരുന്നത്. ഈ ബോക്സിൻ്റെ ബാക്കിൽ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ നോക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ഡിവൈസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഓക്കെ വെക്കാം. മൂലത്തിന് ഫോണിലിപ്പുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഉണക്കട്ടെ. ഒരു സിമ്മിജിക്കൽ കോഡ്, സാധാരണ ഇതിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും തന്നെ അറിയാം. 10 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ, കേബിള്. ഓക്കെ, ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ മെയിൻ ഫോണാണ്. ഓക്കെ, വാ, ഇതാണ് പോക്കോ M6 5G. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. പോക്കോയുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫോണാണെങ്കിൽ ബൂട്ടായിട്ടുണ്ട്. തുടക്കം തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഒരു ഇൻഹാൻസ് ഫീലിംഗ് തന്നെ പറഞ്ഞു തുടങ്ങാം. ആദ്യം ഇതിൻ്റെ ഡിസൈൻ, ഇതൊരു 10,000 രൂപയെ താഴെ കിട്ടാവുന്ന അത്യാവശ്യം മികച്ചൊരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ കളർ വേരിയൻ്റ് ആണെങ്കിൽ പോളറൈസ് സ്ക്രീൻ എന്നാണ് പറയുന്നത്. അത്യാവശ്യം ഒരു ഗ്ലോസി ആയിട്ടുള്ളൊരു ഗ്ലാസ് ബാക്ക് വരെ, പക്ഷേ ഗ്ലാസ് ബാക്ക് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള ഡിസൈനാണ്. അതുമാത്രമല്ല, ഇതൊരു ബോക്സി ടൈപ്പ് ഡിസൈനാണ്. നമുക്ക് കാണും പറയും, ഇത് സൈഡ് കാണും പറയും, ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ഡുവൽ ക്യാമറയാണ് വന്നേക്കുന്നത്. 50 MP ഡുവൽ ക്യാമറ ആണ് ഇതിനകത്ത് ഈ ഫോണിൽ വരുന്നത്. ക്യാമറ മോഡുകളാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. എങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ കവറിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ നിലത്ത് വെക്കുമ്പോൾ സ്ക്രാച്ച് ആവാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ പുറത്തേട്ട് തള്ളിയിട്ടാണ് ഈ ക്യാമറ നിൽക്കുന്നത്. ഈ ഡിസൈൻ എന്ന് പറയുന്നത് പോക്കോയുടെ ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വരുന്ന M സീരീസ് വരുന്ന എല്ലാ ഫോണിൻ്റെയും, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന ഫോണിൻ്റെ എല്ലാം ഡിസൈൻ ഏകദേശം ഈ സെയിം ആണ്. ഈ ഒരു ബ്ലാക്ക് കളറിലെ ബാഡ്ജിങ് പോലത്തെ വരുന്നുണ്ട്. അവിടെ പോക്കോയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്, ഇവിടെ ഒരു 5Gയുടെ ചെറിയൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൂടിയുള്ള സ്വിച്ച് വരുന്നുണ്ട്. വോളിയം ബട്ടൺ വരുന്നുണ്ട്. ഇതിൻ്റെ മേളിലാണ് 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. നമുക്ക് 3 സ്ലോട്ടാണ് വരുന്നത്. അതായത് 2 സിം കാർഡും ഒരു SD കാർഡും നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടാണ്. ഇനി പറയാനുള്ള ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റിയാണ്. 6.7 ഇഞ്ചിൻ്റെ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഫീൽ ഉണ്ട് ഈ ഡിസ്പ്ലേയിൽ. 10,000 രൂപ താഴെ ലഭിക്കാവുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഗൈസ്, ഈ ഫോൺ വരുന്നൊരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഈ ഫോണിന്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 50 MP ഡുവൽ ക്യാമറ ആണ് ഇതിലത് വരുന്നത്. അത്ര വലിയ ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ഒന്നും കിട്ടില്ലെങ്കിലും അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ ആവറേജ് താഴെയാണ് ക്യാമറ. എന്തായാലും 1-2 ക്യാമറ സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. പിന്നെ വീഡിയോ 180 റെസൊല്യൂഷനിൽ 30 FPS എടുക്കാൻ പറ്റുന്നു. അതിൻ്റെ ഒരു സാമ്പിൾ ഞാനിവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഈ ഫോണിലെടുത്ത വിഷ്വൽസ്. ഗൈസ്, നെക്സ്റ്റ് ഈ ഫോണിന്റെ പ്രോസസർ ആണ്. ഇതിന് വരുന്നത് മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 6100+ എന്ന് പറയുന്ന ഒരു 6nm പ്രോസസർ ആണ് വരുന്നത്.
നമുക്കറിയാം ഈ ഫോണിന്റെ ബഡ്ജറ്റ് ഇതൊരു 10,000 രൂപ താഴെ വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു എൻട്രി ലെവൽ പ്രോസറാണ്. അത്ര വലിയ ഹെവി ടാസ്ക് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രോസറോട് ചെയ്യാൻ പറ്റും. സ്നാപ്ഡ്രാഗണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 എന്ന പ്രോസർ ഉണ്ട്. അതുമായിട്ട് ഏകദേശം സിമിലർ ആണ് ഡിമെൻസിറ്റി 6100 പ്ലസ് എന്ന് പറയുന്ന ഈ പ്രോസർ. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയറെ പറ്റി പറയുകയാണെങ്കിൽ MIUIയുടെ 14 ആണ് ഇൻബോക്സിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ 2 ഇയേഴ്സിന്റെ ആൻഡ്രോയിഡ് അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നു. ഇനി ഫോണിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബാറ്ററി തന്നെയാണ് ഇത് വരുന്നത്. ഇതിനകത്തൊരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് 18 വോട്ട് സപ്പോർട്ട് ചെയ്യും. അതല്ല, ഇതിനകത്ത് ഇൻബോക്സിൽ വരുന്നത് 10 വോട്ടിന്റെ അഡാപ്റ്ററാണ്. അപ്പം 10 വോട്ടിന്റെ അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര സ്ലോ ആയിട്ടാണ് ചാർജ് കയറത്തുള്ളത്. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യണത് 18 വോട്ടിന്റെ ചാർജ് എക്സ്ട്രാ വാങ്ങുക എന്നുള്ളതാണ്. 500 എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ MIയുടെ തന്നെ 18 വോട്ടിന്റെ അഡാപ്റ്റർ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഫോണിന്റെ വില 10,000 രൂപ താഴെ എന്നുള്ള കാര്യം കൺസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫോട്ടോയിൽ നോക്കാം. ഗൈസ്, മൊത്തത്തിൽ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പാക്കേജ് തന്നെയാണ് ഈ ഫോൺ. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5G എന്നുള്ളതാണ്. അതായത് 10,000 രൂപ താഴെ ലഭിക്കാവുന്ന ഒരു മികച്ചൊരു 5G ഫോൺ തന്നെയാണ് ഇത്. കാരണം 5Gയുടെ അത്യാവശ്യം എല്ലാ ബ്രാഞ്ചും തന്നെ നമുക്ക് സപ്പോർട്ട് ആകുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മികച്ചൊരു ഫോൺ തന്നെയാണ് പോക്കോ M6 5G എന്ന് പറയുന്ന ഈ ഡിവൈസ്. ഓക്കെ ഗൈസ്, ലാസ്റ്റ് ഈ ഫോൺ ഞാൻ ആർക്ക് പ്രിഫർ ചെയ്യും? ഈ ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5G വേണം, 10,000 രൂപ ടൈറ്റ് ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുള്ളൂ, 10,000 രൂപ താഴെ ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഫോൺ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപയുടെ കൂടുതൽ മുടക്കാം എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പോക്കോയുടെ തന്നെ M6 Pro 5G എന്ന് പറയുന്ന ഡിവൈസ് ആയിരിക്കും. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് 3 ക്യാമറ വരുന്നുണ്ട്, ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് മാത്രമല്ല വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ അല്ല അതിൽ വരുന്നത്, അതിൽ വരുന്നത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. പിന്നെ മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് സ്നാപ്ഡ്രാഗന്റെ പ്രോസസർ ലഭിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒരു ഫോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് മാത്രം ഡിവൈസുകൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഗൈസ്, എന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഫസ്റ്റ് അൺബോക്സിംഗ് ആണ് ഈ ചാനലിന്റെ. അപ്പം അതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതുപോലെ വീഡിയോയെ കുറിച്ചുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതോടെ വരെ ഗുഡ് ബൈ.